കോട്ടപ്പുറത്തെ മല്ലിക എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാകുകയില്ല. പക്ഷേ മല്ലിക സുകുമാരനെ നിങ്ങളറിയും. ഈ മല്ലിക എൻ്റെ നാട്ടുകാരിയാണ്. ഹരിപ്പാട് മണ്ണാർശാല അമ്പലത്തിനടുത്തുള്ള കോട്ടപ്പുറത്ത് എന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിത ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു വേഷമാണ് ശ്രീകൃഷ്ണപരുന്തിലെ വേഷം. മല്ലിക ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് മഹാനായ KG ജോർജിൻ്റെ സ്വപ്നാടനം എന്ന സിനിമയിൽ എം ജി സോമേട്ടൻ്റെ സിസ്റ്ററായുള്ള കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി സിനിമാ രംഗത്തേക്ക് വരുന്നത്. ഹരിപ്പാട്ട് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ അറിയുന്ന ശ്രീമാൻ തമ്പി സാറിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ PV തമ്പി ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം അറിയപ്പെടുന്ന വക്കീലായിരുന്നു, നോവലിസ്റ്റാണ്. പുള്ളി അദ്ദേഹത്തിൻ്റെ കുടുംബം ഹരിപ്പാട് തന്നെയായിരുന്നു. പുള്ളിയുടെ ശ്രീകൃഷ്ണപരുന്ത് എന്നുള്ള ഒരു നോവൽ വിൻസെൻ്റ് മാസ്റ്റർ സിനിമയാക്കിയായിരുന്നു. തിരുവല്ല രാഗം മൂവീസാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിത ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു വേഷമാണ് ശ്രീകൃഷ്ണപരുന്തിലെ വേഷം. അങ്ങനെ തമ്പി സാറിൻ്റെ ഫാമിലിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ PV തമ്പി ചേട്ടനും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഹരിപ്പാട്ട ഒരു വലിയൊരു മഹാനായ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം മാത്രം അദ്ദേഹം ശ്രീകൃഷ്ണപരുന്ത് എന്നുള്ള മാന്ത്രിക നോവൽ, ആദ്യമായിട്ട് ഒരു മാന്ത്രിക സ്പർശമുള്ള ഒരു നോവൽ സിനിമയാക്കുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. വിൻസെൻ്റ് മാസ്റ്ററായിരുന്നു എൻ്റെ സംവിധാനവും ക്യാമറ വർക്കും എല്ലാം. ലാൽ സാറിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് ശ്രീകൃഷ്ണപരുന്തിലെ കഥാപാത്രം. പിന്നെ കോട്ടപ്പുറത്തെ മല്ലിക എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാകുകയില്ല. പക്ഷേ മല്ലിക സുകുമാരനെ നിങ്ങളറിയും. ഈ മല്ലിക എൻ്റെ നാട്ടുകാരിയാണ്. ഹരിപ്പാട് മണ്ണാർശാല അമ്പലത്തിനടുത്തുള്ള കോട്ടപ്പുറത്ത് എന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. മല്ലിക സുകുമാരൻ. മല്ലിക ഞങ്ങളുടെ നാടിൻ്റെ വലിയൊരു നടിയായി മാറി. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന 2 നടന്മാർ, ഒന്ന് ഇന്ദ്രജിത്ത്, ഒന്ന് പൃഥ്വിരാജ്, ഇവരെ ഈ മലയാള സിനിമയ്ക്ക് കൊടുത്ത 2 വ്യക്തികളാണ് മല്ലികയും സുകുമാരനും. അതിൽ പൃഥ്വിരാജ്, രണ്ടുപേരും നല്ല നടന്മാരാണ്. പൃഥ്വിരാജ് സംവിധായകനായി മാറി. അദ്ദേഹത്തിൻ്റെ ലൂസിഫർ, എമ്പുരാൻ, ഈ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മല്ലിക ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് മഹാനായ KG ജോർജിൻ്റെ സ്വപ്നാടനം എന്ന സിനിമയിൽ എം ജി സോമേട്ടൻ്റെ സിസ്റ്ററായുള്ള കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി സിനിമാ രംഗത്തേക്ക് വരുന്നത്. സ്വപ്നാടനം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ജോർജ് സാറിൻ്റെ ആദ്യ സിനിമയാണ്. അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന നല്ലൊരു വേഷം ചെയ്തുകൊണ്ടാണ് മല്ലിക സിനിമയിൽ വരുന്നത്. അതിനുശേഷം അന്ന് മല്ലിക കോഴിക്കോടാണ് താമസിച്ചിരുന്നത്. കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് സിനിമയിൽ എന്തെങ്കിലും ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിലിരിക്കുന്ന അവസ്ഥയിലാണ് ജി അരവിന്ദൻ സാറും പട്ടത്തുള്ള കരുണാകരനും എല്ലാവരും കൂടെ അവരെ കാണുകയും ചെയ്തു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മഹാനായ നാടകകാരനും സാഹിത്യകാരനുമായ കൈനിക്കര കുമാരപിള്ള സാറിൻ്റെ അനിയൻ്റെ മകളാണ് മല്ലിക. അപ്പോൾ അങ്ങനെ ആ ബന്ധം വച്ചിട്ട് മല്ലികയെ കാണാൻ കോഴിക്കോട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തെത്തുകയും കൂടെ പട്ടത്തുള്ള കരുണാകരന്, പിന്നെ നമ്മുടെ കാർട്ടൂണിസ്റ്റും അന്താരാഷ്ട്ര ലെവൽ വളരെയധികം പേരെടുത്ത സംവിധായകനുമായ ജി അരവിന്ദ് സാറും എല്ലാം അവിടെ ചെല്ലുകയും, അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ഉത്തരായനം എന്ന സിനിമയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അന്ന് അവിടുത്തെ കോഴിക്കോട് അറിയപ്പെടുന്ന വലിയ നടനായ കുഞ്ഞാണ്ടി സാറ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കഥാകൃത്ത് എല്ലാവരും കൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ പട്ടത്തുള്ള കരുണാകരൻ്റെയും ജി അരവിന്ദ് സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മല്ലിക ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തായിരുന്നു.
അതായിരുന്നു അവരുടെ രണ്ടാമത്തെ പടമെന്ന് എനിക്ക് തോന്നുന്നത്. ഉത്തരായനം എന്നാണ് ആ സിനിമയുടെ പേര്. അങ്ങനെ മലയാളത്തിലെ 2 വലിയ പ്രതിഭകളുടെ സിനിമകളിലൂടെയാണ് സുകുമാരി ചേച്ചി മല്ലിക ചേച്ചി ഈ രംഗത്ത് വന്നത്. ഒന്ന് വിശപ്രദ സംവിധാന കെ ജോർജ് സാറ്, അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റും ചിത്രകാരനും ഒക്കെ അരവിന്ദ് സാറിൻ്റെ പടങ്ങളിലൂടെ അവർ വരുന്നു. പിന്നെ ഇഷ്ടംപോലെ പടങ്ങൾ അവർക്ക് കിട്ടി. ശ്രീമാൻ തമ്പി സാറിൻ്റെ പടങ്ങളൊക്കെ അവർ ചെയ്തായിരുന്നു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങൾ മലയാള സിനിമയിൽ ഇപ്പോഴും ചെയ്ത് ഈ രംഗത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്ക് സീരിയലിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ചേച്ചിയുടെ തിരുവല്ല MG സോമൻ ഫൗണ്ടേഷൻ്റെ KG ജോർജ് അനുസ്മരണത്തിൽ വെച്ച് കാണുകയും പഴയ പരിചയമൊക്കെ പുതുക്കുകയും സ്നേഹമൊക്കെ പുതുക്കുകയൊക്കെ ചെയ്തു. എറണാകുളത്താണ് പുള്ളിക്കാരി ഇപ്പോൾ താമസിക്കുന്നത്. മല്ലിക ചേച്ചി ഞങ്ങളുടെ നാടിൻ്റെ വലിയൊരു അഭിമാനമാണ്. മല്ലിക ചേച്ചി ഹരിപ്പാട്ടെ വലിയൊരു നടൻ അശോകൻ്റെ വീടുമായിട്ടും അശോകൻ്റെ ചേട്ടൻ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതുന്ന ഹരിയുടെ വീടുമായിട്ടും ആ കുടുംബവുമായിട്ടും വളരെയധികം അടുപ്പമുള്ള ആളാണ്. ചിങ്ങോലി കൈലാസത്തിലാണ് അവരെല്ലാം അശോകനും ഹരിയൊക്കെ ജനിച്ചത്. അവരുടെ വീട്ടിലെ ഒരു കുടുംബ സുഹൃത്താണ്. ഹരിപ്പാടുമായിട്ട് വളരെ ബന്ധമുള്ളത് കൊണ്ട് ആ കുടുംബമായിട്ട് വലിയ അടുപ്പമായിരുന്നു മല്ലിക ചേച്ചിക്ക്. മല്ലിക ചേച്ചിയെ പറ്റി ഞാൻ ഇനി ഒത്തിരി പറയാനുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇന്നും നമ്മുടെ മുമ്പിൽ നല്ല നടിയായിട്ടും നമുക്ക് മലയാള സിനിമയ്ക്ക് 2 വലിയ നടന്മാരെയും സംവിധായകനെയൊക്കെ നമുക്ക് തന്നിട്ട് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ പറയേണ്ടത് മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി വന്ന കുറച്ച് ഹരിപ്പാട്ടുകാരെ പറ്റിയാണ്. അതിൽ പിന്നെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ അറിയുന്ന മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയ മധുമുട്ടത്തെ പറ്റിയാണ്. മധുമുട്ടം എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ നാടകമൊക്കെ നടന്ന കാലത്ത് മധു ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം അന്ന് ട്യൂട്ടോറിയൽ മാസ്റ്ററായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു. എന്നെന്നും കണ്ണേട്ടൻ എന്ന ഫാസിലിൻ്റെ സിനിമയിലൂടെയാണ് മുട്ട മധു രംഗത്തേക്ക് വരുന്നത്. അന്ന് അതുപോലെ തന്നെ നെടുമുടി വേണിച്ചേട്ടൻ്റെ റെക്കമെൻഡേഷനിൽ ഫാസിലിൻ്റെ സിനിമയിൽ പാട്ട് എഴുതിക്കൊണ്ട് ആദ്യമായിട്ട് പിന്നെ നമ്മുടെ ഇന്നെല്ലാവരും ആരാധിക്കുന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിച്ചേട്ടനും ഈ പടത്തിലൂടെയാണ് രംഗത്ത് വരുന്നത്. മധുമുട്ടവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിച്ചേട്ടനും ഒക്കെ ഈ എന്നെന്നും കണ്ണേട്ടൻ എന്ന സിനിമയിലൂടെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഫാസിലാണ് അവരെ കൊണ്ടുവന്നത്. അതിനുശേഷം മധു കുറേ പടങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതി. അത് നിങ്ങൾ ഓർക്കുന്നൊരു പടമാണ് പിന്നെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി. അത് ഫാസിൽ സാർ നിർമ്മിക്കുകയും മഹാനായ സംവിധായകൻ കമൽ സാർ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത പടമാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടി. നമ്മളുടെ രേവതിയൊക്കെ ആയിരുന്നു ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. നല്ല സിനിമയായിരുന്നു. പന്തളം ഒക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ. അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെജൻഡറി സിനിമയായ ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴുമായിട്ട് മധുമുട്ടം രംഗത്ത് വരുന്നത്. അതിനുശേഷം ഒത്തിരി പടങ്ങളൊക്കെ പുള്ളി ചെയ്തെങ്കിൽ തന്നെയും പക്ഷേ ഇന്നും പുള്ളി അറിയപ്പെടുന്നത് മണിച്ചിത്രത്താഴിൻ്റെ കഥാകൃത്ത് എന്ന നിലയ്ക്കാണ്. ഞാൻ ഈയിടെ മധുവിനെ കാണാൻ പോയിരുന്നു. മധു ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ തിരക്കഥ സംഭാഷണ രചനയിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം മുട്ടത്ത് വീട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ഫാസിൽ സാറിനെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. വളരെയധികം സ്നേഹമുള്ള എൻ്റെ ഒരു സുഹൃത്താണ് മധുമുട്ടം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാം അറിയുന്ന വലിയൊരു തിരക്കഥാകൃത്ത് എൻ്റെ നാട്ടിൽ നിന്നുണ്ട്. അതാണ് ചെറിയാൻ കൽപ്പകവാടി. വേണു നാഗവള്ളിച്ചേട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ, MG സോമനുമായിട്ടുള്ള ബന്ധത്തിൽ MBBS വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്ന ആളാണ് ചെറിയാൻ കൽപ്പകവാടി. അദ്ദേഹം ഈ 2 സുഹൃത്തുക്കളും MG സോമേട്ടൻ്റെയും വേണു നാഗവള്ളിച്ചേട്ടൻ്റെയും പിന്നെ നിർബന്ധത്തിന് സ്വാധീനിച്ച് അദ്ദേഹം തിരക്കഥ രചനയിലേക്ക് വന്നു. നിങ്ങളറിയുന്ന ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ്, അങ്ങനെ ഒത്തിരി പടങ്ങൾക്ക് അദ്ദേഹം കഥാതിരക്ക സംഭാഷണം ചെയ്തായിരുന്നു. പിന്നെ മോഹൻ സാറിൻ്റെ പടം പക്ഷേ അദ്ദേഹത്തിൻ്റെതാണ്.
മോഹൻ സാറും വേണു ചേട്ടനും ഒക്കെയാണ് പിന്നെ ചെറിയാങ്കൽപ്പാട് സിനിമകൾ ചെയ്തിട്ടുള്ളത്. ചെറിയാന് ഓർക്കപ്പെടുന്ന നല്ല നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ പുതിയ സിനിമയിൽ അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന പടത്തിനെ മുൻനിർത്തി ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മം മുതൽ ഇതുവരെയുള്ളൊരു ചരിത്രം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് ഡോക്യുമെൻ്ററി ആണത്. പിന്നെ ഡോക്യു ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് മിക്കവാറും ആരും കണ്ടിട്ടില്ല. ചെറിയാങ്കൽപ്പുഴയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചറാണ് ആ ഡോക്യു ഫിക്ഷൻ. കമ്മ്യൂണിസ്റ്റ് സഖാവ് കൃഷ്ണപിള്ള മുതൽ ഇന്ന് വരെയുള്ള അച്ചാൻ സഖാവ് എല്ലാവരും പറഞ്ഞു പോകുന്ന പിന്നെ CPIയുടെ സുഗതൻ സാറ്, KR ഗൗരിയമ്മ, TV തോമസ്, ഇങ്ങനെ അവരുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു പോകുന്ന ഒരു വലിയ ഡോക്യു ഫിക്ഷൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ കരുവാറ്റ അരിപ്പാട് ആ മേഖലയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ സംവിധാനം ചെയ്ത ഡോക്യു ഫിക്ഷൻ ചിത്രീകരണം നടന്നത്. നല്ല കഴിവുള്ള തിരക്കഥാകൃത്തും കഥാകൃത്തും ഒക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പുതിയ തലമുറയിലുള്ള സംവിധായകരോ അതിനും തന്നെ യൂട്ടിലൈസ് ചെയ്തില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇന്നും പ്രസക്തിയുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം എഴുതിയതെല്ലാം. പിന്നെ കമൽ സാറ്, പിന്നെ വേണുനാവളിച്ചേട്ടന്, മോഹൻ സാറ്, ഇങ്ങനെ നല്ല നല്ല സംവിധായകർക്ക് വേണ്ടി അദ്ദേഹം കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. മോഹൻലാൽ സാറിൻ്റെ അടുത്ത സുഹൃത്താണ്. ലാൽ സാർ ഇതുവഴി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാറുണ്ട്, തങ്ങാറുണ്ട്. അതുപോലെ തന്നെ മുരളിച്ചേട്ടൻ, അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഇലക്ഷൻ നിന്നപ്പോഴൊക്കെ പിന്നെ വേണിച്ചേട്ടനും മുരളിച്ചേട്ടനും ചെറിയാങ്കൽപ്പവാടിയൊക്കെ ആയിരുന്നു ഇവിടെ ഞങ്ങളുടെ പാർലമെൻറ്റിലേക്ക് മുരളിച്ചേട്ടൻ നിന്നപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ സിനിമാക്കാർ ആരെല്ലാം ഈ കരുവാറ്റ വഴി പോയാലും തോട്ടപ്പള്ളിയിലെ കൽപ്പവാടിയിൽ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും 1-2 ദിവസം തങ്ങാതെ പോകാറില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ് ചെറിയാന്. ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ എല്ലാ ഫെസ്റ്റിവലിലും ഒന്നിച്ച് കാണാറുണ്ട്. ചെറിയാന് തിരുവനന്തപുരത്തും വീടും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും തോട്ടപ്പള്ളിയിലാണ് അദ്ദേഹം സ്ഥിരതാമസം. പിന്നീട് നമുക്കൊരു തിരക്കഥ പറയാൻ ഉള്ളത്, നിങ്ങളൊക്കെ അറിയും, പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഷാജി പാണ്ഡവത്ത് എന്നാണ്. നമ്മുടെ പല്ലനയ്ക്കടുത്ത് പാണ്ഡവത്ത് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഷാജി പാണ്ഡവത്ത്. ഷാജി കുറേയധികം സിനിമകളുടെ തിരക്കഥാ രചനയിൽ അതിൻ്റെ സഹായിയായിട്ടുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മധു ഇറവങ്കര സംവിധാനം ചെയ്ത കടൽക്കാക്ക എന്ന സിനിമയാണ്. മധു ഇറവങ്കര നിങ്ങളറിയും, ഒത്തിരി ഡോക്യുമെൻ്ററികളൊക്കെ എടുത്ത മനുഷ്യനാണ്. സിനിമയെപ്പറ്റി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സാഹിത്യകാരനാണ്. അദ്ദേഹം മാവേലിക്കരി ഇറവങ്കരയാണ് താമസിക്കുന്നത്. ആ മധു ഇറവങ്കരയാണ് ഷാജി പാണ്ഡവത്തിൻ്റെ ആദ്യത്തെ കഥയിൽ സിനിമ സംവിധാനം ചെയ്തത് കടൽക്കാക്ക. പിന്നീട് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു സിനിമയാണ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത പ്രായിക്കര പാപ്പാൻ. മുരളിച്ചേട്ടന്, മഹസാറ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു. പ്രായിക്കര പാപ്പാൻ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിൻ്റെ കഥയും തിരക്കയും സംഭാഷണം എഴുതിയത് ഷാജി പാണ്ഡവത്താണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ അതിന് അവസാനമായി അദ്ദേഹം കഥാ തിരക്കഥ സംഭാഷണം സംവിധാനവും ചെയ്തായിരുന്നു. ആ സംവിധാനം ചെയ്ത പടത്തിൻ്റെ പേര് നമ്മുടെ തുറവൂരിനടുത്തുള്ള ഒരു വലിയൊരു പക്ഷിസങ്കേതമുണ്ട്, കാക്കത്തുരുത്ത് എന്നാണ് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര്. ആ പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കും അദ്ദേഹം ഇട്ടിരിക്കുന്നത്, കാക്കത്തുരുത്ത്. നമ്മുടെ സംവിധാന ഭരതേട്ടൻ്റെയും പത്മനാഭസാറിൻ്റെയും ഒക്കെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ ആയിരുന്ന വേണു പി നായരാണ് ആ പടത്തിലെ നായകൻ. കാക്കത്തുരുത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല, പടം റിലീസായിട്ടില്ല. ഫെസ്റ്റിവലിലൊക്കെ കാണിച്ചായിരുന്നു. പിന്നെ ഷാജി ഇപ്പം നമ്മളോട് ഇല്ല, അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അതിനു മുമ്പ് തന്നെ ജയരാജൻ്റെ കൂടെ പിന്നെ ഷാജി വർക്ക് ചെയ്തിരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പാട്ടൊക്കെ നായിക എന്ന പടത്തിൽ തമ്പി സാറിൻ്റെ ഒരു പാട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാനായ ജയരാജൻ്റെ കൂടെയും ഷാജി പാണ്ഡവത്ത് സംവിധാന അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേളയിൽ സ്മരിക്കുകയാണ്. പിന്നെ ഞാൻ പറയേണ്ട ഒരാളെന്ന് പറയുന്നത്, നിങ്ങളൊക്കെ മറന്നു പോയിരിക്കാം, മഹസാറ് സംവിധാനം ചെയ്ത തീക്കനൽ എന്ന സിനിമ.
ശ്രീവിദ്യാമ്മയുടെ ഭർത്താവായ ജോർജ് എന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്ത മധുസാർ സംവിധാനം ചെയ്ത തീക്കനലിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ചുമതലയും അതിൻ്റെ ചീഫ് പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടൊക്കെ ഇരുന്ന തൃക്കുന്നപ്പുഴ വിജയകുമാർ എൻ്റെ നാട്ടിൻകാരനാണ്. അദ്ദേഹത്തിനെ പലരും മറന്നു പോയിരിക്കാം, പക്ഷേ എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ തൊട്ടടുത്ത് കടൽ തീരമായി തൃക്കുന്നപ്പുഴ എന്ന ഗ്രാമത്തിൽ നിന്നും മദ്രാസിൽ വരികയും സിനിമയുടെ ലോകത്ത് വലിയ ആളായി മാറുകയൊക്കെ ചെയ്തു. പക്ഷെ പലർക്കും തൃക്കുന്നപ്പുഴ വിജയകുമാറിനെ ഓർമ്മയുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഏഷ്യ സംഗീത സംവിധാനം ചെയ്ത സിനിമയാണ് തീക്കനൽ. ജോർജ് സാറിൻ്റെ പടമായിരുന്നു. അപ്പോൾ തൃക്കുന്നപ്പുഴ വിജയകുമാറിനെ ഓർക്കാതെ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നീട് ഞാൻ മദ്രാസിൽ നിന്ന് വരുന്നതിന് ഒക്കെ പുള്ളിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല. പിന്നെ മലയാള സിനിമയിൽ എൻ്റെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹരിപ്പാട് സ്ഥലത്തു നിന്ന് പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ മധു മുട്ടത്തിൻ്റെ കൂടെയും എൻ്റെ കൂടെയും ഒക്കെ സിനിമയിൽ വന്ന ഒരാളാണ് മധു ശങ്കരമംഗലം. അദ്ദേഹത്തിനെ പറ്റി പറയാതെ പോകുന്നത്, നമ്മുടെ ഹരിപ്പാട്ട് എന്നുള്ള വലിയൊരു അസോസിയേറ്റ് ഡയറക്ടറും സിനിമാക്കാരനുമാണ്. മധു ശങ്കരമംഗലം പള്ളിപ്പാട്ടുകാരനാണ്. അദ്ദേഹം നാടകം എന്ന കലാരൂപമായിട്ടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഞങ്ങളൊന്നിച്ച് പിന്നെ മധുമുട്ടവും ഞാനും ശങ്കരമംഗലവും മധുവും എല്ലാം കൂടെ ചേർന്ന് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാടകഭ്രാന്തന്മാരെ പല പ്രൊഫഷണൽ നാടകങ്ങൾ കാണാനും അമേച്ചർ നാടകങ്ങൾ കാണാനും ഒക്കെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. മധുമുട്ടത്തിൻ്റെ അടുത്തൊരു സുഹൃത്തൊക്കെയാണ് അദ്ദേഹം. നമ്മുടെ പി ബാലചന്ദ്രൻ്റെ പാവം ഉസ്മാൻ എന്ന നാടകം സംവിധാനം ചെയ്ത് നാഷണൽ അവാർഡ് മേടിക്കുകയൊക്കെ ചെയ്ത നാടകത്തിൻ്റെ സംവിധാനം കൂടിയാണ് പി ബാലചന്ദ്രൻ. പാവം ഉസ്മാൻ എന്ന നാടകം. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് പിന്നെ പി ബാലചന്ദ്രൻ കഥാതിരക്ക സംഭാഷണ ചെയ്താവായി സിനിമയിൽ വരികയും മധു ശങ്കരമംഗലവും സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വന്നു. നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്ന ടി കെ രാജീവ് കുമാറിൻ്റെ കൂടെ മധു കുറേ പടങ്ങൾക്ക് സംവിധാന അസോസിയേറ്റ് ഡയറക്ടറായിട്ടുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പുള്ളി തന്നെ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നതിലാണ് കൂടുതൽ അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഗാനരചയിതാവ് നമ്മുടെ പിന്നെ ബി ആർ പ്രസാദ് ഒക്കെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. ബി ആർ പ്രസാദ് ഇപ്പം നമ്മളോടില്ല. മധു ടി കെ രാജീവ് കുമാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരുന്ന കാലത്തൊക്കെ തന്നെ ചലച്ചിത്ര അക്കാദമിയിൽ അദ്ദേഹവും ജോലി ചെയ്തിരുന്നു. ഫെസ്റ്റിവൽ വിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ സിനിമ വിദ്യാഭ്യാസ പരിപാടിയിലും പുള്ളി എൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു. എൻ്റെ ഇളയ മകൾ സ്വാതിയൊക്കെ ആ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് മധു ആയിരുന്നു എൻ്റെ ചീഫ് കോർഡിനേറ്റർ. മധു ഇപ്പോൾ ചിറ്റളങ്ങരയാണ് താമസിക്കുന്നത്. പുള്ളി എൻ്റെ കൂടെ തന്നെ ഗോവ ഫെസ്റ്റിവലിലും ട്രിവാൻഡ്രം ഫെസ്റ്റിവലിലും ഒക്കെ ഞങ്ങൾ സ്ഥിരം യാത്രക്കാരാണ്. മധുവായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നെപ്പോലെ തന്നെ സിനിമയിൽ ഇങ്ങനെ രാജീവ് കുമാർ സാറൊക്കെ സംവിധാനം അധികം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനും രംഗത്ത് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും പറ്റുന്നില്ല. അതുപോലെ തന്നെ മോഹൻലാൽ സാറ് അഭിനയിച്ച നാടകം ആ ഭാഷ നാടകത്തിൻ്റെ സംവിധാന സഹായിയൊക്കെ ആയിരുന്നു. ടി കെ രാജീവ് കുമാറായിരുന്നു എൻ്റെ സംവിധാനമൊക്കെ. ആ നാടക സംവിധാനത്തിലും മധു പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി പടങ്ങളും ഒത്തിരി നാടകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം. നാടകത്തിൽ നിന്നും പുള്ളി സിനിമയിലേക്ക് വന്ന ഒരു സുഹൃത്താണ്. പള്ളിപ്പാട്ടുകാരനാണ്. ഹരിപ്പാട് തന്നെ വളരെ ദൂരെ അല്ലാത്തൊരു സ്ഥലമാണ് പള്ളിപ്പാട്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ചെട്ടികുളങ്ങരയാണ്. അതുപോലെ തന്നെ വേറൊരു സംവിധാന സഹായിയും കാര്യം കൂടെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. മധുമുട്ടത്തിൻ്റെ ബന്ധുവായിരുന്ന, ഇപ്പോഴും ബന്ധുവാണ്, അദ്ദേഹത്തിൻ്റെ ഗംഗപ്രസാദ് എന്ന് പറയും. ഒരുപക്ഷെ ഗംഗപ്രസാദിന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയണം. ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് മുമ്പ് മുതൽ
അദ്ദേഹം സംവിധാന സഹായമായിട്ടുണ്ടായിരുന്നു. മണിച്ചിത്രത്താഴൊക്കെ വർക്ക് ചെയ്തിരുന്നു. മറ്റേ എന്നെന്നും കണ്ണേട്ടൻ്റെ പടത്തിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മണക്കാട്ട് അമ്പലത്തിലെ പറയൊക്കെയാണ്, ജീവിതയും പറയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ആ പടത്തിന് വേണ്ടി നിലമ്പൂർ കോവിലകത്ത് കൊണ്ടുപോയി ഷൂട്ട് ചെയ്തത്. അതിലൊക്കെ മധുമുട്ടവും ഗംഗാപ്രസാദും മരിച്ചുപോയ ഞങ്ങളുടെ സുഹൃത്ത് ഭയങ്കര നാടകപ്രാന്തനായ KGയും ഒക്കെ ഉണ്ടായിരുന്നു. ഗംഗാപ്രസാദ് അതിന് ശേഷം ഫാസിലിൻ്റെ കൂടെ തന്നെ സംവിധാന സഹായിയായിരുന്ന നമ്മളുടെ ചെമ്മീൻ സിനിമയുടെയൊക്കെ ഒത്തിരി സിനിമകളുടെ കഥാ തിരക്കഥ സംഭാഷണം എഴുതിയ SL പുരം സദാനന്ദൻ്റെ മകൻ SL പുരം ജയസൂര്യ എന്ന സാൻ സാറിൻ്റെ മകൻ ഫാസിൽ സാറിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അയാൾ സിനിമ ചെയ്തപ്പോൾ ജയസൂര്യയുടെ കൂടെയും ഗംഗാപ്രസാദ് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ജയസൂര്യയുടെ ദിലീപ് പടത്തിനൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്ന, ജയസൂര്യ ചെയ്ത എല്ലാ പടത്തിനും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ ശശികുമാർ സാറിൻ്റെ കൂടെ അപ്രൻറ്റീസായിട്ട് നിൽക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംവിധാന സഹായി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ ഇതിൽ തന്നെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്തിരുന്നു. MG സോമൻ, ജയഭാരതി ഒക്കെ ആയിരുന്നു ആ പടത്തിൽ അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ പടത്തിനും ഗംഗാപ്രസാദ് ഉണ്ടായിരുന്നു. മേരിലാൻഡിൻ്റെ ചില പടങ്ങളിലും ഗംഗാപ്രസാദ് വർക്ക് ചെയ്തിരുന്നു. ഗംഗാപ്രസാദ് ഇപ്പോൾ സിനിമയൊക്കെ വിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ മരിച്ചുപോയി. മുട്ടത്ത് തന്നെ, മധുമുട്ടത്തിൻ്റെ വീടിനടുത്ത് തന്നെ അദ്ദേഹം വാർദ്ധക്യ സഹജമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പടങ്ങളിലും ചെയ്യാനൊക്കെ, സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ അദ്ദേഹം ഒരുങ്ങിയായിരുന്നു. അതിലൊരു പടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ BR പ്രസാദിൻ്റെ കഥാതിരക്കഥ സംഭാഷണത്തിൽ ഒരു പടം ചെയ്യാനൊക്കെ മുതിർന്നായിരുന്നു. പക്ഷേ അത് ഫ്രൂട്ട്ഫുള്ളായില്ല. ആ പടം നടക്കാതെ പോയി. എൻ്റെ പ്രാഥമിക പരിപാടികളിലൊക്കെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പം BR പ്രസാദും നമ്മളെ വിട്ടുപോയി. നല്ല നല്ല പാട്ടുകൾ എഴുതിയ ആ സുഹൃത്തിനെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. കേരനിരകളാടും ആ പാട്ടൊക്കെ ആലപ്പുഴയെ പറ്റിയൊക്കെ പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിൽ എഴുതിയ ആളാണ്. TK രാജകുമാറിൻ്റെ പടത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രിയദർശൻ്റെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൊക്കെ നല്ല ഗാനരചയിതാവായിട്ട് നിന്ന ആളാണ്. ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ന് വിദ്യാരംഭ ദിവസമാണല്ലോ, കുടജാദ്രിയിൽ പിന്നെ നമ്മുടെ ഒരു സിനിമ അദ്ദേഹം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. തീർത്ഥാടനം എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. MD സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ സുഹാസിനിയും ജയറാമുമാണ്. നല്ല പടമാണ്. പിന്നെ നമ്മുടെ കുടജാദ്രി മൊത്തം, അതിൻ്റെ മുകളിലുള്ള സർവജ്ഞപീഠവും അമ്പലവും അവിടുത്തെ അടികമാരെയും പറ്റി അവരുടെ വീടുകളൊക്കെ താമസിച്ചിട്ടാണ് ആ സിനിമ ചെയ്തത്. അതിൽ നല്ലൊരു വേഷം ചെയ്തു. ഒരു അടികയുടെ, ഒരു മേശാന്തിയായ ഒരു അടികയുടെ വേഷം BR പ്രസാദ് ചെയ്തിരുന്നു. തീർത്ഥാടനം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, നല്ല സിനിമയാണ്. പിന്നെ എനിക്ക് പറയേണ്ട ഒരാളെന്ന് പറയുന്നത്, ഇന്നും ഹരിപ്പാട് എന്ന പേര് കൂടെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹരിപ്പാട് സോമൻ ഞാനുമൊക്കെ ഹരിപ്പാട്ട് നാടകം കളിച്ച് നടക്കും. വിശ്വനാഥ് തിയേറ്റേഴ്സിൻ്റെ കെയർ ഓഫിൽ നാടകം കളിച്ച് നടന്നു. അദ്ദേഹം നാടകം എഴുതുമായിരുന്നു. നല്ലൊരു ഹാസ്യനടനാണ്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാനും എൻ്റെ അച്ഛനും പിന്നെ മലയാള സിനിമയിലെ ആദ്യകാല നായിക CK രാജവും അദ്ദേഹത്തിൻ്റെ മകൾ പത്മവും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച നാടകങ്ങൾ സോമൻ എഴുതിയിട്ടുണ്ട്. അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാനതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെക്കാട്ടിൽ മുമ്പ് മദ്രാസിൽ അഭിനയമോഹവുമായി ശ്രീകുമാരൻ നമ്പി സാറിനെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് മദ്രാസിന് പോയ ആളാണ്. അതിന് മുമ്പ് ഗൗരീശപട്ടം ശങ്കരൻ നായർ എന്ന് പറയുന്ന മധുസാറിൻ്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ഹരിപ്പാട്ട് വെച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ പേര് മനുഷ്യപുത്രൻ എന്നാണ്. ഈ മനുഷ്യപുത്രൻ സിനിമയിലെ നായകൻ മധുസാറാണ്. അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് മധുസാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നാടകക്കാരനും ഒക്കെ ഗൗരീശപട്ടം ശങ്കരൻ നായരാണ്. ആ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്തുകൊണ്ടാണ് സോമൻ ആദ്യമായി, ഹരിപ്പാട് സോമൻ അഭിനയിച്ചുകൊണ്ടാണ്
മനുഷ്യപുത്രനിൽ അഭിനയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ മധുസാറുമായിട്ടുള്ള അടുപ്പം, തമ്പി സാറുമായിട്ടുള്ള അടുപ്പം എല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം എന്നെക്കാളും മുമ്പേ തന്നെ മദ്രാസിൽ പോവുകയും അവിടെ ശ്രീമാൻ തമ്പി സാറിൻ്റെ പടങ്ങളിലൊക്കെ വേഷങ്ങൾ ചെയ്ത് വരികയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് കോമഡി ചെയ്യാൻ ഇഷ്ടം പോലെ നടന്മാരുള്ളൊരു കാലഘട്ടത്തിലാണ് സോമൻ ഇവിടെ നിന്ന് മദ്രാസിന് പോകുന്നത്. അടൂർ ബാസിച്ചേട്ടൻ, എസ് പി പിള്ള, പിന്നെ മുതുളൻരാമ്പിള്ളച്ചേട്ടന്, കടുവാക്കുളം ആൻ്റണി, ബഹദൂർക്ക, ഇവരെല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന മണവാളൻ ജോസഫ് സാറ്, വാണക്കുറ്റി, പിന്നെ അതുപോലെ തന്നെ KJR ആനന്ദ്, പട്ടം സദൻ, ഇങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെ മലയാള സിനിമയിൽ ഉണ്ട്. എസ് പി പിള്ളയ്ക്കും മുതുളൻരാമ്പിള്ളച്ചേട്ടനും ഒക്കെ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ അടൂർ ബാസിച്ചേട്ടനും ബഹദൂറൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് മണവാളൻ ജോസഫ് സാറുണ്ട്. ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോമൻ ഇവിടുന്ന് പോകുന്നത്. ആ ഒരു പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് സോമന് അഭിനയ രംഗത്ത് പിന്നെ കൂടുതൽ അങ്ങോട്ട് പ്രക്ഷോഭിക്കാൻ അക്കാലത്ത് പറ്റിയില്ല. ഞാൻ പറയുന്നത് 1970-കളിലെ കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം തമ്പി സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഡബ്ബിങ്ങിലേക്ക് മാറുന്നു. ഡബ്ബിങ്ങിലേക്ക് മാറുകയും അദ്ദേഹത്തിന് പറ്റുന്ന ചില വേഷങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ തമ്പി സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തു വരികയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളിപ്പോഴും സോമനെ ഓർക്കുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ശബ്ദം കൊടുത്തവരുടെ പേരെഴുതുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യത്തോടെ എഴുതി വരുന്നൊരു പേരാണ് ഹരിപ്പാട് സോമൻ. ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. സീരിയലിനും ഡബ്ബ് ചെയ്യാൻ വേണ്ടിയൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചിരുന്നു. ഞങ്ങളമ്മ കാണാറുണ്ട്. ഹരിപ്പാട്ട് വരുമ്പോൾ ഞങ്ങളമ്മ കാണാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം മദ്രാസിൽ വിശ്രമ ജീവിതമാണ്. തമിഴ്നാട്ടുകാരി ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. വടപളനിയിൽ തന്നെ ഇപ്പോഴും അദ്ദേഹം, പഴയ വടപളനി, സിനിമയുടെ ഈറ്റില്ലമായ വടപളനിയിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരനും ഈ നാടിൻ്റെ വലിയൊരു അഭിമാന ഭാജനമാണ്. അപ്പോൾ ഇവരെയൊന്നും പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അങ്ങനെയാണ് 1974 ഞാനും കെ മധുവിൻ്റെ അമ്മയുടെ ജഡത്തിനും ജയദേവനും ഒക്കെയായി സിനിമ എന്ന മോഹത്തോടു കൂടി മദ്രാസിലേക്ക് വണ്ടി കയറുന്നതും ഈ രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. ഞാൻ സംവിധാന സഹായമായിട്ട് വന്ന ആളാണ്. പക്ഷേ ബ്ലസ്സിയുടെ കാഴ്ച മുതൽ ഈ മുഖമൊക്കെ വെച്ചുകൊണ്ട് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ അഭിനേതാവെ അവതരിപ്പിച്ചത് ബ്ലസ്സിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ കാഴ്ചയിൽ മമ്മൂക്കയുടെ കൂടെയുള്ള സീനുകളൊക്കെ ആയിരുന്നു. സൊസൈറ്റി കൃഷ്ണപിള്ള എന്ന കഥാപാത്രമാണ് ഞാനിത് ചെയ്തത്. പിന്നെ വേറൊരു സീനിലും അദ്ദേഹം എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളിമണ്ണിലും എനിക്കൊരു ചെറിയ വേഷം തന്നിരുന്നു. സുരേഷ് ഉണ്ണിത്താൻ്റെ ഒരു പടത്തിൽ എൻ്റെ കൂടെ തന്നെ പത്മനാഭൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ചെയ്തു. പിന്നെ ലാസ്റ്റ് ചെയ്തത് പിന്നെ കലാമണ്ഡലം ഹൈദരാലി. അതിൻ്റെ സംവിധായകനും കരുവാറ്റക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടില്ല. അദ്ദേഹം പിന്നെ അന്തരിച്ചു. എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമയാണ് കലാമണ്ഡലം ഹൈദരാലി. പടം നല്ല പടമായിരുന്നു. പക്ഷേ സാമ്പത്തികമായി അത്ര കളക്ഷനായില്ല. നമ്മുടെ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരാണ് മെയിൻ വേഷം ചെയ്തത്. അശോകനകത്ത് നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അശോകൻ ചെയ്ത വേഷം കലാമണ്ഡലം എംബ്രാന്തിരിയുടെ കഥാപാത്രമാണ് അശോകനകത്ത് ചെയ്തത്. കലാമണ്ഡലം ഹൈദരാലിയുടെ വേഷം ചെയ്തത് പിന്നെ രഞ്ജി പണിക്കരാണ്. പടം നല്ല പടമാണ്, ഇന്നും നല്ല പടമാണ്. പക്ഷേ ആ പടം എന്തുകൊണ്ടോ കളക്ഷനായില്ല. പിന്നെ ഞാൻ ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് സൗബിൻ സാഹിർ, മഞ്ജു വാര്യർ ഒക്കെ അഭിനയിച്ച വെള്ളരിപ്പട്ടണം എന്നുള്ള സിനിമയാണ്. അതിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷമാണ് ചെയ്തത്. പക്ഷേ ആ പടവും ഇതുപോലെ പിന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു സക്സസ് ആയിരുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. ഹരിപ്പാട്ടാണ് ഞാൻ താമസിക്കുന്നത്. സിനിമകളൊക്കെ കാണും. ഹരിപ്പാട്ട് ലാൽ സാറിൻ്റെ സിനിമാ തിയേറ്ററുകളിൽ ഇറങ്ങുന്ന പുതിയ പടങ്ങളെല്ലാം കാണാൻ പറ്റും. സിനിമ കാണലാണ് ജോലി. പിന്നെ ഗോവ ഫിലിം ഫെസ്റ്റിവലിന് പോകാറുണ്ട്. തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിനും പോകും. മധുശങ്കരമംഗലം ഞാനൊക്കെ അതിൻ്റെ ഫെസ്റ്റിവലിൽ കണ്ടു നടക്കും. പിന്നെ ഞാൻ ആരെയെങ്കിലും മനഃപൂർവ്വം വിട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ അറിയുന്ന ഉദയ സ്റ്റുഡിയോ, പിന്നെ ഉദയ സ്റ്റുഡിയോയുടെ നിർമ്മാണ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ഒരു കക്ഷിയുടെ ഹരിപ്പാട്ടുണ്ട്. അദ്ദേഹം ചേപ്പാട്
ഏവരത്ത് കഴിക്കൽ മാത്തുക്കുട്ടി ചേട്ടനാണ്. അദ്ദേഹം ഈ പിന്നെ KNK പ്രൊഡക്ഷൻ ആകുകയൊക്കെ ചെയ്ത ഉദയ സ്റ്റുഡിയോയുടെയും പ്രൊഡക്ഷൻ കമ്പനിയുടെയും ഒരു പാർട്ട്ണറായിരുന്നു. ഏവരത്ത് കഴിക്കൽ മാത്തുക്കുട്ടി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയത്തുള്ളൂ. പുള്ളിയൊന്നും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ജീവിതനോപാധിക്ക് ശേഷം ഈ സിനിമ നിർമ്മാണ രംഗത്തു നിന്നൊക്കെ പിന്മാറിയ ആളാണ്. അദ്ദേഹവും എൻ്റെ നാട്ടുകാരനാണ്. അത് പഴയ കാലമാണ്, ജീവിതനൗകയുടെ കാലത്തുള്ള ആളാണ്. KNK പ്രൊഡക്ഷൻസ് ആയ ശേഷം കോശിയാൻ കുഞ്ചാക്കോ പിരിഞ്ഞപ്പോൾ തന്നെ കോശിയുടെ കൂടെ തന്നെ അതിൽ നിന്ന് പിന്മാറിയ ഒരു പ്രൊഡ്യൂസറും ഉദയ സ്റ്റുഡിയോയുടെ ആദ്യകാല പ്രവർത്തകനും ഒക്കെ ആയിരുന്നു ഏവരത്ത് മാത്തുക്കുട്ടി ചേട്ടൻ. അദ്ദേഹത്തിനെ കൂടെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. സിനിമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുതൽ രാമപിള്ളച്ചേട്ടൻ എങ്ങനെ എത്രത്തോളം പ്രാധാന്യമാണോ അതേപോലെ തന്നെയാണ് മലയാള സിനിമയിലെ ആലപ്പുഴയ്ക്ക് മകുടം ചാർത്തിയ, മലയാള സിനിമയ്ക്ക് തന്നെ മകുടം ചാർത്തിയ സാറിനൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ വടക്കൻ പാട്ടുകളെ പടങ്ങളൊക്കെ ചെയ്ത് വെളിയിൽ കൊണ്ടുവന്ന് ആലപ്പുഴയിലെ പാതിരപ്പള്ളിയിലുണ്ടായിരുന്ന ഉദയ സ്റ്റുഡിയോ. പക്ഷേ ഇന്ന് ആ സ്റ്റുഡിയോ ഇല്ല. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ മേരിലാൻഡ് സ്റ്റുഡിയോ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നും അവർ സീരിയലും ഒക്കെ എടുത്ത് മേരിലാൻഡ് സ്റ്റുഡിയോ സുബ്രഹ്മണ്യം മോഹൻലാലിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ രംഗത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം കാർത്തികേയൻ്റെ മകൻ ഇന്ന് പ്രൊഡ്യൂസറായിട്ടുണ്ട്. ഹൃദയം പോലുള്ള സിനിമ, അതുപോലെ തന്നെ കരം ഇന്ന് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സുബ്രഹ്മണ്യം മോഹൻലാലിൻ്റെ കൊച്ചുമോനാണ്. പിന്നെ KS ആൻ്റണിയും ഒക്കെ ചേർന്ന് PJ ആൻ്റണിയൊക്കെ ചേർന്ന് ആലുവയിൽ ഒരു അജന്ത സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു. ഓളവും തീരവും ഒക്കെ എടുത്തത് അജന്ത സ്റ്റുഡിയോയിലാണ്. ഇന്ന് ആ സ്റ്റുഡിയോ ഇല്ല. സർക്കാർ സഹായത്തോടുകൂടി പിന്നെ ആലപ്പി വിൻസെൻ്റ് എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ ആണ്. പിന്നെ KSRTCയുടെ സ്റ്റുഡിയോ ഉള്ളൂ, ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ഏറ്റവും നല്ല എല്ലാ ആധുനിക കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡിയോയും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫ്ലോറും ഒക്കെ ഉള്ളതാണ് KSRTC സ്റ്റുഡിയോ. ഇന്ന് എൻ്റെ സുഹൃത്തും അരിപ്പാട്ടുകാരനുമായ വലിയ സംവിധായകനായ മമ്മൂക്കായെയും മോഹൻലാലിനെ കുറിച്ച് സിനിമയൊക്കെ എടുത്ത K. മധുവാണ് അതിൻ്റെ ഡയറക്ടർ. ഇവിടെ ഞാൻ പറയട്ടെ, പിന്നെ എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോരുന്നത് ക്ഷമിക്കുക. എൻ്റെ സിനിമാ ജീവിതം ഇപ്പോഴും സിനിമകൾ ആരാധിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. സ്വസ്ഥമായ അരിപ്പാട്ട് ജീവിച്ചിരിക്കുകയാണ്. സിനിമയിൽ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കാലമാണ്. അത് അപ് ടു ഡേറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൽ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഒക്കെ ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ടൊക്കെയാണ് നമ്മൾ സിനിമയിൽ നിന്ന് പോകുന്നത്. ഇത്രയൊക്കെ തന്നെ ആയതിൽ സിനിമയിൽ വിനയ സാറിൻ്റെ കൂടെയും ശശികുമാർ സാറിൻ്റെ കൂടെയും അടൂർ സാറിൻ്റെ കൂടെയും അരുമണി മണിച്ചേട്ടനുടെയൊക്കെ സംവിധാന സഹായമായിട്ട് വയ്ക്കാൻ പറ്റിയതും ഒക്കെ ഒരു വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു.